സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷാണ്. സാർ സ്വാഗതം. നമസ്കാരം സാറ്, വെനസ്വേലയിൽ അമേരിക്ക ചെയ്തതിന് സമാനമായി ക്യൂബയിൽ സൈനിക കപ്പലുകൾ വിന്യസിക്കുന്നു എന്നുള്ളതാണ് വിവരം. ക്യൂബ പോലെയുള്ളൊരു ദരിദ്ര രാഷ്ട്രം, അവിടെ ഇതിനോടകം ഉപരോധങ്ങളുടെ ഫലമായി വലിയ ജീവിത പ്രതിസന്ധി ആ രാജ്യം നേരിടുന്നു. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന നിലയിൽ ചൈനയോടും റഷ്യയോടും അടുത്ത നയതന്ത്ര സൈനിക ബന്ധം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു രാഷ്ട്രം തങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയാണ് എന്ന് അമേരിക്ക ആരോപിച്ച് അവിടെ ഒരു യുദ്ധപ്രതീതി സൃഷ്ടിക്കുകയാണ്. ഇറാന് ശേഷം ട്രംപിൻ്റെ അടുത്ത താവളം, അടുത്ത കേന്ദ്രം, അടുത്ത യുദ്ധസന്നാഹം ഒരുക്കുന്ന സ്ഥലം ക്യൂബയായി മാറുമോ? എന്താണ് അതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്നത്? അതിനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ട്രംപിനെ സംബന്ധിച്ചിട്ട് ഇനിയിപ്പോ ഒന്നും നഷ്ടപ്പെടാനില്ല. പ്രത്യേകിച്ച് ഇനിയിപ്പോ അദ്ദേഹത്തിന് രണ്ടാം തവണ അദ്ദേഹം ഒന്ന് നോക്കി, മൂന്നാം തവണയും പ്രസിഡന്റ് ആകാനുള്ള ഒരു നിയമനിർമ്മാണമൊക്കെ നടത്താനുള്ള സാധ്യത ഉണ്ടെന്ന് അന്വേഷിക്കുകയുണ്ടായി. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ അത് ഇല്ല എന്ന് മനസ്സിലായതോടുകൂടി ഇനി ട്രംപിനെ സംബന്ധിച്ചിട്ട് പരമാവധി അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോ ഇത് ഈ ക്യൂബയുടെ സംബന്ധിച്ച ഒരു വലിയ മനുഷ്യാവകാശ വിഷയമാണ്. കാരണം നമ്മൾ വലിയ കേരളത്തിലെ ക്യൂബ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. എല്ലാം ക്യൂബൻ മോഡൽ വേണം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നമ്മളെ ഇപ്പൊ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ അറിയാം, നമ്മുടെ പണ്ട് 60കളിലും 70കളിലും ഒക്കെ ഉള്ള ചില ഈ മലയാള സിനിമ കാണുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ചില നഗരങ്ങളെ കാണുന്നത് പോലെയാണ് ക്യൂബയിലെ പല സ്ഥലങ്ങളും നമ്മളിപ്പോ കാണുന്നത്. വളരെ കഷ്ടപ്പാടിലാണ്. മാത്രമല്ല ഇപ്പൊ ഈ ഉപരോധം കാരണം അവര് ഈ രോഗികൾക്ക് ചികിത്സിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ്, മരുന്നില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ചികിത്സ ലഭ്യമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പൊ ക്യൂബ എത്തി നിൽക്കുന്നത്. പിന്നെ അവര് ഈ പറഞ്ഞതുപോലെ ഈ റഷ്യയുടെ അത് വളരെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഒരു ജനത സ്വന്തം നിലയിൽ ജീവിക്കാൻ തയ്യാറാകാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ജീർണതയും അധപ്പതനത്തിന്റെ ഉദാഹരണം കൂടിയാണ് ഈ ക്യൂബ എന്ന് പറയുന്നത്. അതായത് സോവിയറ്റ് യൂണിയന്റെ തകർച്ച വരെ അവർ പ്രതിദിനം എത്ര മില്യൺ ആണെന്ന് ഞാൻ മറന്നുപോയി, എത്രയോ മില്യൺ ഗ്രാൻഡ് കൊടുത്തിട്ടാണ് ക്യൂബയെ നിലനിർത്തിയിരുന്നത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി അത് അവസാനിച്ചു. അതിനുശേഷം നമുക്ക് നോക്കിയറിയാം ക്യൂബൻ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വളരെ ഒരു ദരിദ്ര രാഷ്ട്രമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫിഡൽ കാസ്ട്രോയുടെ മരണം വരെ ഫിഡൽ കാസ്ട്രോയുടെ ഹാലോയിലായിരുന്നു നിലനിന്നിരുന്നത്. ഇപ്പോ ക്യൂബയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു. യാതൊരു വിധമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമില്ല. ഈ ലോകത്ത് തന്നെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് ക്യൂബ മാറിയ ഒരു അവസ്ഥയാണ്. അതിപ്പം ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത് വാസ്തവത്തില് മനുഷ്യത്വരഹിതവും അങ്ങേയറ്റം ക്രൂരവുമായ ഒരു രാഷ്ട്രത്തിലെ ജനതയെ മുഴുവൻ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യുദ്ധത്തിനേക്കാൾ ക്രൂരതയാണ് ഡൊണാൾഡ് ട്രംപ് കാണിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ക്യൂബ എടുത്തിടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അടിയന്തരമായിട്ട് ഒരു മേധാവിത്വ സ്ഥാപനം ആവശ്യമാണ്. നേരത്തെ തന്നെ ഇപ്പൊ വെനിസ്വേലയിൽ ഇത് കാണിച്ചു. വെനിസ്വേലയിൽ ഈ മഡുറോയെ തൂക്കിക്കൊണ്ട് പോയത് ശരിക്കും പറഞ്ഞാൽ ഇറാനുള്ള ഒരു മെസ്സേജ് കൂടിയായിരുന്നു. അമേരിക്ക വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം തൂക്കിക്കൊണ്ട് ഞങ്ങൾ മാറും, അവിടെ ഞങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഗവൺമെന്റിനെ സ്ഥാപിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു അമേരിക്ക ഇറാനിലെ രണ്ടാമത് ചർച്ച വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്രമിച്ചത്. അത് ഇറാന് കൂടിയുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. ആ ഒരു അതിൽ തുടർന്ന് ഈ പറഞ്ഞതുപോലെ ക്യൂബയും തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് പറയുകയുണ്ടായി. മാത്രമല്ല ഇപ്പൊ ചൈനയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഇപ്പം ചൈനയും നേരത്തെ വെനിസ്വേലയിൽ നിന്ന് ഓയിൽ ശേഖരിക്കുന്നതിലും അതിന്റെ സംവിധാനത്തിലും എല്ലാം ചൈനയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ അമേരിക്ക ഭീതി അല്ലെങ്കിൽ ഭയപ്പെടുന്ന ഒരു രാജ്യമായിട്ട് ചൈന മാറി എന്നുള്ളതാണ്. അപ്പോ ഇപ്പൊ ഈ അമേരിക്കൻ ജനതയെ ട്രംപ് കൺവിൻസ് ചെയ്യിക്കുന്ന രീതി ഈ ചൈനയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടും അതേപോലുള്ള തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാവും സമീപ പ്രദേശങ്ങൾ എന്നൊക്കെ ഉയർത്തിക്കാട്ടിക്കും. അതുപോലെ തന്നെ ഇറാന്റെ കയ്യിലുള്ള ന്യൂക്ലിയർ ഈ സമ്പുഷ്ടീകരിച്ച ന്യൂക്ലിയർ എന്താ പറയുക ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം
ആ യുറേനിയം ഒക്കെ ജനതയ്ക്ക് അപകടമാകും എന്ന് പറഞ്ഞിട്ടാണ് ആഭ്യന്തരമായിട്ട് ഇതെല്ലാം മുതിരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെയും ഇപ്പോ ഈ റൗൾ കാസ്ട്രോയെ ഇപ്പം 95-ലുണ്ടായ ആ വിമാന അപകടത്തിൽ അന്ന് അദ്ദേഹം ഫിഡൽ കാസ്ട്രോയുടെ മിനിസ്ട്രിയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഇന്ന് ആ പാവത്തിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല, 95 വയസ്സായി. അദ്ദേഹം ഈ ഇപ്പോഴും പഴയ യൂണിഫോമിലൊക്കെ നടക്കുന്ന ചിത്രങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ആരെങ്കിലും കൈ പിടിക്കാൻ നടക്കാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും 95-ാം വയസ്സിൽ അങ്ങനെ കൈ പിടിച്ച് നടക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ചെറുതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ റൗൾ കാസ്ട്രോ എന്ന് പറഞ്ഞ അന്നത്തെ ആഭ്യന്തരമന്ത്രിക്കെതിരെ 95-ലാണെന്ന് ആലോചിക്കണം. അപ്പൊ ഏതാണ്ട് എത്ര വർഷത്തിന് ശേഷമാണ്? ഏതാണ്ട് 3 പതിറ്റാണ്ടിന് ശേഷമാണ്. അപ്പൊ ഇതിനിടയ്ക്ക് ട്രംപ് ഒരു തവണ പ്രസിഡന്റായിട്ട് വന്നിട്ട് പോവുകയും ചെയ്തു. അപ്പൊ ഇത് ട്രംപിന്റെ ഒരു ആഗോള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പൊ എന്തുകൊണ്ട് ക്യൂബയെ പിടിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഡെൻമാർക്ക് കടന്നു കയറാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ഡെൻമാർക്ക് ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വിട്ടു തന്നേ പറ്റൂ എന്ന് വളരെ കർക്കശമായ രീതിയിൽ അത് ഞാൻ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഗ്രീൻലാൻഡ് ഞാൻ ഇനി എടുക്കാൻ പോവുകയാണെന്നാണ് ട്രംപ് പറഞ്ഞത്, അല്ലെ? അതേപോലെ തന്നെ കാനഡ 51-ാമത്തെ സ്റ്റേറ്റ് ആക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ കാനഡയിൽ പുള്ളി അടിയറവ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഗ്രീൻലാൻഡ് എടുക്കാൻ പോകുന്ന പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോ നാറ്റോ ഫോഴ്സസ്, വിശേഷം യൂറോപ്യൻ ഫോഴ്സസ് ഇപ്പൊ ഡെൻമാർക്കിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ട്രംപിന്റെ ആക്രമണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വെനിസിലെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെൻമാർക്കിലും ഗ്രീൻലാൻഡിലും എല്ലാം യൂറോപ്യൻ സേന, ഇപ്പൊ ഫ്രാൻസിൽ നിന്നാണെങ്കിലും ബ്രിട്ടനിൽ നിന്നാണെങ്കിലും ഉള്ള യൂറോപ്യൻ സേന അവിടെ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അവിടെ ഇപ്പൊ തൽക്കാലം ഗ്രീൻലാൻഡ് പുള്ളി ഇപ്പം മിണ്ടുന്നില്ല. മറിച്ച് ഇപ്പൊ ഇറാനിൽ അടിയേറ്റിരിക്കുന്നു. ഇറാനില് വളരെ പരിതാപകരമായ അവസ്ഥയിൽ ഇറാന്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്നു ട്രംപ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു വിജയം തങ്ങൾക്ക് അടിയന്തരമായി ആവശ്യമാണെന്നുള്ളത് കൊണ്ടും വീണ്ടും അമേരിക്ക തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുന്നതെന്ന് കാണിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ ഇറാൻ യുദ്ധത്തിന്റെ ഈ മൂർധന്യ സമയത്ത് ഇപ്പോഴും ഇന്നലെയും പറഞ്ഞു, ഒരു കാരണവശാലും ഇറാനെ ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈവയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല, അത് ഞങ്ങൾ പിടിച്ചെടുക്കും. ഇന്നലെ കൂടി പറഞ്ഞു. പക്ഷെ എങ്കിലും ഡിപ്ലോമാറ്റിക് ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ഇപ്പോഴും ടെഹ്റാനിലുണ്ട്. ഇനിയിപ്പോ ആസിമിലൂടെ വരുമെന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പോ ആ ഒരു വിജയം അടിയന്തരമായിട്ട് ഉറപ്പാക്കാനും തങ്ങളുടെ ആ ഒരു ഈ ഊർജം അല്ലെങ്കിൽ എണ്ണ ലാക്കാക്കി ഉള്ള ഒരു പ്രക്രിയയിലേക്ക് നടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് ഈ ശ്രമം നടത്തുന്നത്. അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല മാർക്ക് റൂബിയോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ക്യൂബയെ പിടിച്ചെടുക്കുക എന്നുള്ളത്. കാരണം മാർക്ക് റൂബിയോ ക്യൂബക്കാരനാണ്. ക്യൂബയിൽ നിന്ന് കുടിയേറി പാർത്തിട്ടുള്ള കക്ഷിയാണ് ഈ മാർക്ക് റൂബിയോ. അപ്പൊ അത് കാരണം മാർക്ക് റൂബിയോ അദ്ദേഹത്തിന്റെ വാർ സെക്രട്ടറി ആണല്ലോ. യുദ്ധത്തിന് ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് വാർ സെക്രട്ടറി അല്ലെങ്കിൽ യുദ്ധമന്ത്രി ഉണ്ടെന്നുള്ളത് നോക്കുമല്ലോ. എന്തൊരു ജീർണതയാണ് ഒരു രാഷ്ട്രം നേരിടുന്ന ആലോചിച്ചു. യുദ്ധത്തിന് വേണ്ടി ഒരു മന്ത്രി ഉണ്ടാകും. അപ്പൊ മാർക്ക് റൂബിയോ ഇപ്പൊ അവിടെ അയാൾ ഈ ക്യൂബൻ സ്വദേശിയാണ്. ക്യൂബയിൽ നിന്ന് കുടിയേറി പാർത്തവരുടെ ആ ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് ഈ മാർക്ക് റൂബിയോ. അപ്പൊ സ്വാഭാവികമായിട്ടും ക്യൂബയിലേക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. അപ്പൊ ഇതെല്ലാം പക്ഷെ നോക്കുമ്പോ ഉടനെ തന്നെ വലിയ താമസമില്ലാതെ ട്രംപ് ക്യൂബയിലെ ഭരണകൂടത്തിനെയും അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റിനെയും പിടിച്ചകത്താക്കിയിട്ട് ക്യൂബയുടെ ഭരണം ഏറ്റെടുക്കാനുള്ള സാധ്യത ഉണ്ടാവും. അങ്ങനെ ആവുമ്പോഴത്തേക്ക് ആ ഭാഗം തൽക്കാലം ഈ സൗത്ത് അമേരിക്കയും കൂടെ ക്രമേണ നോർത്ത് അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റുകയും അവിടെയുള്ള എണ്ണ നിക്ഷേപം പൂർണ്ണമായിട്ടും കൈക്കലാക്കുകയും ചെയ്യാമെന്നുള്ളത് തന്നെയാണ് ട്രംപിന്റെ ലക്ഷ്യം. ശരി, നന്ദി. താങ്ക് യു.